അപ്പം എന്തായാലും ഈ ഒരു സംഗീത ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ജേർണി ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു പാട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഡെഡിക്കേഷൻ? ഓരോ പാട്ടായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ കുറച്ചൊരു മൈൻഡ് വർക്ക് മാത്രമാണല്ലോ. നമ്മുടെ ആക്ച്വലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിരന്തരം ചെയ്യേണ്ടതാണ്. അതിപ്പോ പാട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പാടാൻ അവസരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ മുമ്പും ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് സോങ്സ് ഒന്നും നാളെ പാടിക്കൊള്ളണം എന്ന് ഒരു ഉറപ്പില്ല. കരിയറും ആളുകളും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, എൻ്റെ ബാൻഡുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ലൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ആയിട്ട് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗിങ് മാത്രമായിട്ട് ഞാൻ ആലോചിക്കാറില്ല. പിന്നെ അങ്ങനത്തെ പാട്ടുകൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പരമാവധി സിൻസിയർ ആയിട്ട് എന്നെ കൊണ്ട്, എല്ലാവർക്കും കഴിവിന് പരിമിതികളും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും കൊണ്ട് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പരമാവധി എഫേർട്ട് ഇടും. അത് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പം അതായത് സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഇന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഞാൻ ഇത് നോക്കിയിട്ടാണ് അങ്ങനെയുണ്ടോ ഒരു സെലക്ട് ചെയ്യുന്നതിൽ പാട്ട്? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് അവർക്ക് ഇപ്പം വിളിക്കുന്ന കമ്പോസർക്ക് അറിയാം നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്, എന്ത് തരം ടെക്സ്ചറിലുള്ള പാട്ടിനാണെന്നൊക്കെ അറിയാം. അപ്പം ഒരുവിധം അങ്ങനത്തെ പാട്ടുകളാണ് എല്ലാം പാടാൻ വരിക. ചേച്ചിക്ക് വേറെ ഒരാള് പാടി, അതായത് വേറെ ഏതെങ്കിലും ഒരു സിംഗർ പാടിയ പാട്ട് എനിക്ക് ആ പാട്ട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് മലയാളം തന്നെ വേണമെന്നില്ല, ഏത് ലാംഗ്വേജിലാണെങ്കിലും. മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയൊരു പാട്ട് ബോംബെ ജയശ്രീമാൻ പാടിയിട്ടില്ല, പ്രണയ സന്ധ്യയൊരു വെൺ സൂര്യന്റെ വിരഹമറിയുന്നു. അത് കേൾക്കുമ്പോ ആ പാട്ടൊക്കെ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ എത്രയോ മുകളിൽ മാം പാടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്ന കൊതിയും കൂടി ആയിരിക്കും. അതെ, നമുക്ക് ചില നല്ല കാര്യങ്ങൾ, നല്ല ടാലൻസ് കാണുമ്പോൾ ഒരു കൊതി വരുമല്ലോ. അത് വേറെ ലാംഗ്വേജിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? തമിഴ്, തെലുഗു, തെലുങ്കും കന്നഡയും പാടിയിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഞാൻ റീസെന്റ് ഈ നമ്മുടെ OTT-യിലുള്ള 2 ഹിന്ദി സോങ്സും പാടിയിട്ടുണ്ട്. അതൊക്കെ വഴിക്ക് പൊതുവെ ആക്ടേഴ്സിനോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ തമിഴ്, തെലുങ്ക് അങ്ങനെ ഇൻഡസ്ട്രി ചേഞ്ച് ആകുമ്പോൾ ഡിഫറൻസ് എന്താണ്? സിംഗേഴ്സിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ലാംഗ്വേജ് എപ്പോഴും നമുക്ക് നമ്മുടെ മാതൃഭാഷ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ കേൾവി എന്നാണല്ലോ നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ? അത് ഓഫ് കോഴ്സ് റഹ്മാൻ സാറിന്റെ എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇതുവരെ ചേച്ചി പാടിയിട്ടില്ല. അതൊരു ആഗ്രഹം അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊരു ഡിസ്റ്റന്റ് ഡ്രീം പോലെ. അങ്ങനെ റഹ്മാൻ സാറിന്റെ, പിന്നെ സന്തോഷ് നാരായണൻ, സന്തോഷിയുടെ പാട്ടുകൾ ഭയങ്കര ഒരു ആർഡൻ ഫാനാണ് ഞാൻ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹിറ്റ് പാട്ട്. എൻജോയ് ചേച്ചി പാടി നോക്കിയിട്ടുണ്ടോ? ചെറുത് എന്റെ മോള് വെറുതെ പാടും. അപ്പൊ ഞാൻ ചേച്ചി, അപ്പോ ഇന്ന് വരാൻ പോകുന്ന അതിഥി നമുക്കൊരു പെർഫോമർ ആയിട്ട് മാത്രം അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് ശക്തമായിട്ട് അതിനെ എന്ത് സിറ്റുവേഷൻ ഓവർകം ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു സ്ത്രീ ശക്തി അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ള ഒരു പ്രതിഭയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഉമ്മു കുൽസൂം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണോ? പിന്നെ എന്തൊക്കെയാണ്, അതായത് നന്നായിട്ട് പടം വരയ്ക്കും, അതുപോലെ അങ്ങനത്തെ കുറെ കഴിവുകളുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പം എങ്ങനെയാണ് ഇതിനൊക്കെ ആ ഒരു ആദ്യത്തെ ഒരു സ്പാർക്ക് എവിടെ നിന്നായിരുന്നു ഉണ്ടായത്? ചെറുപ്പത്തെ ഞാനിങ്ങനെ ഒരു പെൻഷന് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പെൻഷനിക്ക് വേണ്ടിയിട്ട് ഉപ്പയും ഉമ്മയും പിന്നെ മാമന്റെ മോനും കൂടെ പോയിട്ടുണ്ടായി. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ നടക്കില്ലായിരുന്നു, നിരങ്ങണ ഒരു ഇതായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഓഫീസർ ഇങ്ങനെ പറഞ്ഞു മോള് ഒപ്പിടേണ്ടി വരുന്നു. അപ്പൊ ഉമ്മ എടുത്തിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഉമ്മാന്റെ ഒക്കുന്ന ഇറങ്ങിയിട്ട് മേശയിലേക്ക് ഇറങ്ങിയിരുന്നിട്ട് ഞാൻ കാലുകൊണ്ട് ഒപ്പിടാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കാലുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ ചോറൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്, സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കലുണ്ട്. കാലിൽ സ്പൂൺ വെച്ചിട്ടാ? ഓ അത് ശരി, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഉപ്പയും ഉമ്മയൊക്കെ ഈ കളർ പെൻസിൽസും പേനയൊക്കെ വാങ്ങിച്ചു തന്ന് പടം വരയ്ക്കാൻ തുടങ്ങിയത് അല്ലേ? അത് ചിത്രം വരയാ പറഞ്ഞ ആദ്യമായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ചിത്രം വരയാന്. ചെറുതായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കള് അങ്ങനെയുള്ളതൊക്കെ വരയ്ക്കുള്ളൂ. അപ്പൊ എനിക്ക് പേപ്പർ പറഞ്ഞാല് വേറെ ഒന്നും ചിത്രത്തിനെ കുറിച്ചിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ നോട്ട് ബുക്ക്, സ്കെച്ച് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഉപ്പയാണ് അതൊക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 6 വർഷമായി ഉപ്പ മരിച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് താത്താന്റെ കല്യാണം ഉണ്ടായിരുന്നു.
അപ്പൊ കല്യാണത്തിന് മൈലാഞ്ചി ഇടാനായിട്ടാണ് സുഹറ വന്നത്. ഓ, സുഹറ വന്ന് അങ്ങനെയാണ് സുഹറ എന്ന് കൂട്ടുകാരി കിട്ടിയത്. അതെ കിട്ടിയത്. അതിന്റെ മുമ്പ് താത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അനിയത്തി ഉണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടുണ്ടായില്ല. അങ്ങനെ വന്നിട്ട് നേരിട്ട് കണ്ടപ്പോ ചിത്രം എന്താണ് ഞാൻ വരയ്ക്കണത് കണ്ടപ്പോ നല്ല ചിത്രമാണ് എന്നുള്ളതും പറഞ്ഞില്ല, എന്നാ കുഴപ്പമുണ്ട് എന്നും പറഞ്ഞില്ല. അങ്ങനെ പോയിട്ട് പിന്നെ അവൾ അങ്ങനെ പിന്നത്തെ പ്രാവശ്യം വരുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. പിന്നെ അങ്ങനെ ഓരോ ചിത്രങ്ങൾ വരയണം. അപ്പൊ പുറലോകമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യം ഗ്രീൻ പാലറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഇതുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ വന്നിട്ട് ഒരു വീൽ ചെയർ കൊണ്ടുവന്ന് തന്നു, പിന്നെ ഒരു ഫോൺ എത്തിച്ചു തന്നു. പിന്നെ അങ്ങനെ ചിത്രങ്ങളൊക്കെ വരയാൻ ഓരോ ഐഡിയകളൊക്കെ എനിക്ക് തന്നു. പിന്നെ അവരുടെ ഓരോ ഫ്രണ്ട്സുകൾ കൂടുതൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായി. അങ്ങനെ വന്നിട്ട് ഓരോരുത്തർ വരുമ്പോ ഓരോ സപ്പോർട്ട് ഇങ്ങനെ തന്നോണ്ടേയിരുന്നു. പിന്നെ താത്തയും ഉമ്മയാണ് കൂടുതൽ എനിക്ക് എല്ലാം ചെയ്തു തരുന്നത്. ഇപ്പൊ എന്തെങ്കിലും മനസ്സിൽ ഇനി അടുത്തത് എനിക്ക് ഈ ഒരു പടം വരയ്ക്കണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു ഐഡിയകളൊക്കെ നിങ്ങൾ എല്ലാരും ചേർന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? കാരണം കുറെ എക്സിബിഷൻസ് ഒക്കെ ഇപ്പൊ നടത്തുന്നുണ്ടല്ലേ? നടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ആൾക്കാര് വന്നിട്ട് പടങ്ങൾ കണ്ടിട്ട് എന്താ പറയാ? ഞാന് ചിത്രം ആദ്യം വരച്ചിട്ട് ചിത്രങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നും ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കാശ് കിട്ടണ ഒരു സംഭവത്തിലായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആദ്യം കോഴിക്കോട് ഒരു സ്വപ്ന ചിത്ര പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ചിത്രം വിറ്റുപോയി. അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു വരുമാനമായിട്ട് വന്നത്. ആ ഒരു സംഭവം അങ്ങ് വിറ്റു, നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ വന്നപ്പോ ഭയങ്കര സന്തോഷമായി അല്ലേ? പിന്നെ വേറൊരു ബിസിനസ് പോലെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ പോലെ പേപ്പർ സീഡ് അല്ലേ, അതിനെ കുറിച്ചിട്ട് ഒന്ന് പറയൂ. വിത്ത് പേന അത് പ്ലാസ്റ്റിക് നിരോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിത്ത് പേന കണ്ടത്. അപ്പോ എന്നെ പോലെ ഒരു കുറച്ച് പേര് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. കാലുകൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത് പെന്ന്. അപ്പൊ അത് കൊറേ വിറ്റ് പോയി. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വീട്ടില് വരുമാന മാർഗമായിട്ട് അങ്ങനെയൊക്കെ. അടിപൊളി അടിപൊളി, അത് നല്ലൊരു കാര്യമാണ്. അതായത് പൈസ കിട്ടുന്നത് മാത്രല്ല, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷനും കൂടിയാണ്. അത് ആ പേനന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മുള വരും, അങ്ങനെ ഒരു ചെടി വളരും, മരമാവും അല്ലേ? അതെ, അപ്പൊ അതൊരു വലിയൊരു കണ്ടുപിടുത്താണ്. ആ ഒരു ഐഡിയക്ക് ഒരു വലിയ കൈയടി എല്ലാവരും.